ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെയാണ്. യേശുനാഥൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിനായി അവിടുന്ന് പറയുന്നത്, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഈ കർത്താവേ കർത്താവേ എന്നുള്ള വിളി എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പ്രാർത്ഥനയാണ്. അപ്പോൾ യേശുനാഥൻ പ്രാർത്ഥനയെ നിരാകരിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യർ, അതായത് ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലവിളിക്കുന്ന മനുഷ്യർ, അവരെയാണ് ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ എന്നുകൊണ്ട് യേശുനാഥൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില മനുഷ്യർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് സ്വന്തം കാര്യം കാണുന്നതിന് വേണ്ടി, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തെ മറക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പം ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ മാത്രമാകാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നവൻ കൂടെയാകണം. അതായത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന മനുഷ്യനെ മാറുക, ദൈവിക നിയമങ്ങൾ പരിപാലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവനാകുക. വീണ്ടും ഈ ദൈവിക നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റു മനുഷ്യരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് മാത്രമല്ലത്, അത് ദൈവത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയും എന്നോട് തന്നെയുള്ള എൻ്റെ ജീവിത രീതിയും കൂടെയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ തെറ്റായ ചില കാര്യങ്ങൾ മാറ്റാതെ മറ്റു മനുഷ്യരെ മാത്രം സഹായിച്ച് ജീവിക്കുന്നവനായ അതൊരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. ദൈവത്തെ മറന്നുപോയി, പക്ഷേ ഒത്തിരി നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ആത്മാവിൻ്റെ നന്മകളൊക്കെ മറന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകരുതെന്ന് യേശുനാഥൻ ഉദ്ദേശിക്കുകയാണ്. എന്തിനാണ് യേശുനാഥൻ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരിക്കലും നമ്മൾ നന്നായതുകൊണ്ടോ നമ്മൾ നന്നായി ജീവിക്കുന്നത് കൊണ്ടോ ദൈവത്തിൻ്റെ മഹിമയ്ക്ക് കുറവോ കൂടുതലൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്തിനാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ നിങ്ങൾ ജീവിതത്തിൽ നന്മകൾ പ്രാവർത്തികമാക്കുന്നവരും സ്വന്തം ജീവിതത്തെ ഒന്നും കൂടെ പരിശോധിച്ച് മാറ്റം വരുത്തുന്നവരൊക്കെ ആകുന്നു. കാരണം അതിൻ്റെത് ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഉറപ്പുള്ള പാറമേൽ ഭവനം പണിയുന്നവരായിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ ഞാൻ ഉറപ്പുള്ള മണ്ണിന്മേൽ പാറമേൽ ഭവനം പണിയുന്ന മനുഷ്യനാക്കി എന്നെ മാറ്റുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ വിധി ദിനത്തിൽ എൻ്റെ ജീവിതം ഉലയുന്ന ദിവസം വരും. പക്ഷേ അന്ന് ഈ ഉറപ്പുള്ള പാറമേൽ പണിത ഭവനം പോലെയുള്ള എൻ്റെ ആത്മാവ് അന്ന് ഉലയുകയില്ല. അപ്പോൾ വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ എൻ്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ പറയുന്നത്, നീ നിൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തണം, നിൻ്റെ ജീവിതത്തിൽ കുറേയേറെ തിന്മകളെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ. അതുകൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിച്ചത് കൊണ്ടോ മറ്റു മനുഷ്യർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മാത്രമായിട്ടില്ല. എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, എനിക്ക് എന്നോട് തന്നെയുള്ള എൻ്റെ ബന്ധം, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം, ഇതൊക്കെ ഞാൻ യഥാർത്ഥമായ രീതിയിൽ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ യഥാർത്ഥ ശിഷ്യനായി മാറുന്നത്. അപ്പോൾ വാചാലമായി പ്രാർത്ഥിക്കുന്നവനല്ല, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നവനും ദൈവിക കൽപ്പനകളെ ജീവിതത്തിൽ പരിപാലിക്കുന്നവനുമാകുമ്പോഴാണ് എൻ്റെ ആത്മാവിനെ എനിക്ക് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് പ്രാർത്ഥിക്കാം, അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ യഥാർത്ഥ ശിഷ്യനായി തീർന്ന അവസാന വിധി ദിനത്തിൽ ഉറച്ച ഭവനമുള്ള ആത്മാവ് പോലെ എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനും എനിക്ക് കഴിയണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.